നമസ്തേ, റിജുവാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഗ്ലാസ് ബസ് യാത്ര നടത്തിയിട്ടുണ്ട് മൂന്നാറിലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ പേര് തരുന്നതാണ്. ദിവസം 3 ട്രിപ്പാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രാവിലെ 9 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണി, വൈകിട്ട് 4 മണി. അപ്പറിൽ 400 രൂപയാണ് റേറ്റ്, ലോവറിൽ 200 രൂപ. മൂന്നാറിൽ നിന്നും പൂപ്പാറയ്ക്ക് പോകുന്ന വഴിയിൽ ആനയിറങ്ങൽ വരെയാണ് സർവീസ് നടത്തുന്നത്. അതിനിടയ്ക്ക് നമ്മൾ 4 പോയിന്റുകളിൽ 10 മിനിറ്റ് വെച്ച് ഔട്ട് സൈഡ് വിസിറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ഗ്യാപ്പ് റോഡ്, ലക്കാട് ഫോട്ടോ പോയിന്റ്, സിഗ്നൽ പോയിന്റ്, ഓറഞ്ച് പ്ലാന്റേഷൻ, പിന്നെ ആനയിറങ്ങൽ ഡാമിന്റെ. An amazing place. Feels like a dream. A place of many wonders and full of life. I open my eyes. Earth is our Pandora. അവനവന്റെ സ്വപ്നത്തിനൊക്കെ ജീവിക്കുക, അവനവന്റെ പാഷനെ മുറുകെ പിടിച്ച് ജീവിക്കുക. ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. ആ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മൾ എത്രമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തുക, അല്ലാതെ ആ നിരാശയുമായിട്ട് മരിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഈ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്, നിങ്ങളെന്താണോ ഈ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്, നിങ്ങളെന്താണോ ഈ ജീവിതം കൊണ്ട് നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ സന്തോഷം തോന്നുന്നത്, അത് ചെയ്യുക, അതിൽ മുഴുകുക. നിങ്ങൾ ഇരിക്കുന്ന കൊമ്പിൽ നിങ്ങളുടെ ബലം അളക്കരുത്. ഇരിക്കുന്ന കൊമ്പാണ് നിങ്ങളുടെ ആത്മവിശ്വാസം എന്ന് വന്നാൽ, ആ കൊമ്പ് ഒടിയുന്ന ദിവസം, ആ കൊമ്പ് ഉണങ്ങുന്ന ദിവസം നിങ്ങളുടെ ജീവിതം അവസാനിക്കും. എന്നാൽ നിങ്ങളുടെ ശക്തി നിങ്ങളുടെ സ്വന്തം ചിറകിലാണെന്ന് കരുതുക. നിങ്ങൾക്ക് കൊമ്പൊടിഞ്ഞു വീണാലും, കടപുഴകിയാലും, വലിയ കൊടുങ്കാറ്റുകൾ വന്നാലും നിങ്ങളുടെ ചിറകിൽ വിശ്വസിക്കുന്ന പക്ഷികൾ എന്നേക്കും ചിറകുകൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ. ഇടയ്ക്കൊരു യാത്രക്ക് പോകണം. നമ്മൾ ഈ ബിസി ലൈഫിൽ പൈസ മാത്രം ആഗ്രഹിച്ചിട്ട് അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഓടുന്നതിന് പകരം ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒരു യാത്രക്ക് പോവാം. ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഒരു ട്രിപ്പ് പോയപ്പോഴാണ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത്. കാരണം ഈ തിരക്കിനിടയിൽ ഒരു യാത്ര ചെയ്യുന്നത് എന്റർടൈൻമെന്റ് ഭയങ്കര. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. അപ്പൊ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ ചെയ്യാം. അപ്പോൾ എന്താ പറയാ, വർക്കൗട്ട് ചെയ്യുന്നതിന്റെ പോലെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാര്യം തന്നെ യാത്ര. അതിപ്പോ ഒറ്റക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൂട്ടി പോവാൻ, നിങ്ങളെ പ്രചോദിപ്പിക്കാൻ, നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരാൻ, നിങ്ങൾ തളർന്നു നിൽക്കുമ്പോൾ വഴികാട്ടിത്തരാൻ ഏതെങ്കിലും ഒരു ശക്തി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അന്ന് നിങ്ങൾ പൂർവാധികം കരുത്തോടെ മുന്നോട്ട് കുതിക്കണമെങ്കിൽ ആ കുതിക്കാനുള്ള ഒരു സ്വപ്നം കനലുകെടാതെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാവണം. നിങ്ങൾ ആരാണ്, എന്താണ്, എന്താവണമെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുന്ന മഹത്തായ ഒരു സ്വപ്നം. എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതൊക്കെ ഈ യാത്രകളാണ്. ഈ യാത്രകളിലൂടെ നമ്മളെപ്പോലെ 5.5 അടി പൊക്കവും എന്നേക്കാൾ തൂക്കവും കുറഞ്ഞ കൊച്ചു മനുഷ്യരാണ് ഈ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ എങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന തോന്നൽ എനിക്ക് സ്വയം ഉണ്ടാവുന്നു. നമ്മളെക്കാൾ കൊച്ചു മനുഷ്യരുടെ ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് അവരുമായിട്ട് മല്ലയുദ്ധം നടത്തുന്ന ആളുകളാവുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും അവരുടെ സ്വപ്നം പോലെ ചെറുതായി പോകുന്നു. അതാണ് നമ്മൾ യാത്ര ചെയ്യാത്തവന് സംഭവിച്ചു പോകുന്നത്. നമ്മളെക്കാൾ ചെറുതായ മനുഷ്യരുമായി കലഹിച്ച് ജീവിച്ചു തീർക്കാതെ വലിയവരുടെ ലോകത്തേക്ക് നടന്നു ചെല്ല്. എന്നിട്ട് അവര് കണ്ട വലിയ സ്വപ്നങ്ങളുടെ ഭാഗമാവുക, ആ സ്വപ്നങ്ങളുടെ ഷെയർ ഹോൾഡർ ആവുക. അതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ നമുക്കും സാധ്യമാണെന്ന ആത്മവിശ്വാസം വളർത്തുക. നമുക്ക് വ്യക്തമായ ലക്ഷ്യബോധമുണ്ടാവുക, കൃത്യമായ ഒരു സ്വപ്നമുണ്ടാവുക. ആ സ്വപ്നം മനസ്സിന്റെ ഉള്ളിൽ പതിഞ്ഞതായിരിക്കുക. അവിടെ എത്തിയേ തീരൂ എന്ന് ദൃഢനിശ്ചയം എടുത്തതിന് ശേഷം യാത്ര തുടങ്ങുക. അങ്ങനെ യാത്ര ചെയ്താൽ നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തുക തന്നെ ചെയ്യും. എത്ര മാസം കഴിഞ്ഞാണെങ്കിലും വർഷം കഴിഞ്ഞാണെങ്കിലും അത് തന്നെയായിരിക്കും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം. ചെമ്മണി ചുറ്റി തെന്മല ചുറ്റി ചടകുട വീശും ചടകുടു വണ്ടിക്കാടുണ്ടോ ഏൻ ചക്കര ഭരണിയിൽ ചോടലുമ്പിന് ചട്ടുക നീളം നാക്കും മൂക്കും നോക്കും പോക്കും നോക്കും കണ്ടാൽ കാണായി ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. വീണ്ടും ഓടുന്നവർക്ക് മാത്രം. ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. പുതിയ ലോകം, പുതിയ കാഴ്ചകൾ, പാഠങ്ങൾ, പരിശീലനങ്ങൾ, അറിവുകൾ. ഞാൻ എന്നെ തന്നെ സ്ഫുടം ചെയ്തെടുക്കുകയാണ്. നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ? ചായ കുടിക്കാൻ. അതല്ല, ചായ കുടിക്കണ്ടേ? കുടിക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം. പുട്ടും മുട്ടയും, പൊറോട്ടയും മുട്ടയും. ലൈഫിൽ എന്തൊക്കെ മടുത്തു എന്ന് പറഞ്ഞാലും ഈ ഒരു പരിപാടി മാത്രം